ഇന്നൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസുള്ള 2 വെല്ലുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3 പീസ് ചിക്കൻ, ചെറിയ പീസാണ്, വെള്ളത്തോട് കൂടി പുഴുങ്ങിയെടുത്തതാണ്. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. നമുക്കൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആദ്യം പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം കുറച്ച് ഉപ്പിട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ച ചിക്കൻ അതിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ്, അതിന് പകരം ഗരം മസാലപ്പൊടി ആയാലും മതിയേ. ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതും ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം. അങ്ങനെ മുറിച്ച് മാറ്റുന്ന ഭാഗങ്ങൾ കളയൊന്നും വേണ്ട. നമുക്ക് ഈ ഭാഗം മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അവസാനം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രെഡ് ക്രംസ് മതിയാവുക. ഇനി നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് നമുക്കൊന്ന് 2 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. ഇങ്ങനെ ആവി കയറ്റിയെടുക്കുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പത്തിൽ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആവി കയറ്റിയെടുക്കുന്നത് മുറിഞ്ഞൊന്നും പോവാതെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. 2 മിനിറ്റ് ആവി കയറിയാൽ മതിയേ. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ബാക്കിയുണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് ഒരു 2-3 സ്പൂണ് മൈദ കലക്കിയിട്ടൊരു ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി വെക്കണം. ചിക്കൻ വേവിച്ച വെള്ളം ഇല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ കലക്കിയാലും മതി. ചിക്കൻ വേവിച്ച വെള്ളമാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിതൊന്ന് ആവശ്യമെന്ന് എടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടോട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ചൂടോട് തന്നെ ആ ബ്രെഡ് ഒന്ന് പരത്തിയെടുത്താൽ പെട്ടെന്ന് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. മുറിഞ്ഞൊന്നും പോവാതെ പരത്തിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഓരോ ബ്രെഡുകളായിട്ട് നമുക്ക് 2 സൈഡ് നമ്മൾ കലക്കി വെച്ച മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ കോണാകൃതിയിലൊന്ന് മടക്കിയെടുക്കുക. ഒരു സൈഡൊന്ന് വെട്ടിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു സ്റ്റിക്കും കൂടെ വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് മടക്കിയെടുക്കുന്നത്. അങ്ങനെ ഓരോന്നും റെഡിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കലക്കി വെച്ച മൈദമാവിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. മൈദ കലക്കിയെടുക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആവണേ. ഇതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ബ്രെഡിൻ്റെ സൈഡ് ഭാഗം മുറിച്ച് മാറ്റിയത് പൊടിച്ചെടുത്തതാണ്. അങ്ങനെ ഒരു സാധനവും നമ്മൾ വേസ്റ്റ് ആക്കാതെ തന്നെയാണ് ഈ ഒരു പലഹാരം റെഡിയാക്കിയിട്ടുള്ളത്. നല്ലൊരു അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.